നമസ്കാരം. ഏതും ഫ്ലിക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളുടെ ടോട്ടൽ കളക്ഷനെ കുറിച്ചാണ്. വിശദമായ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. കാരണം എന്നെപ്പോലെ സാധാരണ യൂട്യൂബർക്ക് മുന്നോട്ട് പോകാൻ നിങ്ങളുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ് എന്ന് നിങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ കേരള ബോക്സ് ഓഫീസിൽ 31 ദിവസങ്ങൾ പൂർത്തിയാക്കിയ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രത്തിന്റെ ഈ 31 ദിവസത്തെ കേരള ബോക്സ് ഓഫീസിലെ കളക്ഷനെ കുറിച്ചാണ് പറയുന്നത്. 31 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഈ ചിത്രം നേടിയത് 109 കോടി 23 ലക്ഷം രൂപയാണ്. രണ്ടാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഹൃദയപൂർവ്വം എന്ന ചിത്രത്തെ കുറിച്ചാണ്. ഈ ചിത്രം നിലവിൽ OTTയിൽ പ്രദർശനം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും മൾട്ടിപ്ലക്സ് പോലുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും തിയേറ്ററിൽ പ്രദർശനമുണ്ട് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ 31 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ ചിത്രം സ്വന്തമാക്കിയത് 42 കോടി 10 ലക്ഷം രൂപയാണ്. ഏതായാലും ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രവും ഹൃദയപൂർവ്വം എന്ന ചിത്രവും കേരള ബോക്സ് ഓഫീസിൽ വൻ വിജയമാണ് നേടിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ലോക എന്ന ചിത്രം അത്ഭുതകരമായ ഒരു വിജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. 9 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിൽ പൂർത്തിയാക്കിയ മിറാഷ് എന്ന ചിത്രം ഈ 9 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് 4 കോടി 91 ലക്ഷം രൂപയാണ്. മിറാഷ് എന്ന ഒരു ആസിഫ് അലി ജീത്തു ജോസഫ് കോംബോ ആയിട്ടും എന്തുകൊണ്ടാണ് ഈ ചിത്രത്തിന് ഇത്ര നിരാശയുള്ള ഒരു കളക്ഷൻ ലെവൽ വന്നത് എന്നറിയില്ല. പടത്തെക്കുറിച്ച് പൊതുവെ ബിലോ ആവറേജ് എന്ന അഭിപ്രായമാണ് പൊതുവെ കണ്ടവർക്കുള്ളത്. ഒരുപക്ഷെ ആ അഭിപ്രായങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ടാകാം. എന്തായാലും പ്രതീക്ഷിച്ചത്ര ഒരു വലിയ വിജയം നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ മിറാഷ് എന്ന ചിത്രം നേടിയിട്ടില്ല. അടുത്തത് ഡെമോൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിൽ എന്ന ജപ്പാൻ ആനിമെ ചിത്രമാണ്. ഈ ചിത്രം കഴിഞ്ഞ 16 ദിവസങ്ങളായി കേരള ബോക്സ് ഓഫീസിൽ പ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 16 ദിവസം കൊണ്ട് ഏകദേശം നേടിയത് 5 കോടി രൂപയാണ്. ഒരു അനിമെ ചിത്രത്തിന് കേരളത്തിൽ ഇത്ര വലിയൊരു റിസപ്ഷനൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് വലിയ അത്ഭുതം ഉണ്ടാക്കുന്ന കാര്യമാണ്. പിന്നെ ഡെമോൺ സ്ലെയറിന് വലിയ രീതിയിലുള്ള ഫാൻ ബേസ് ഉണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ്. എന്തായാലും ഡെമോൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിൽ 16 ദിവസം കേരള ബോക്സ് ഓഫീസിൽ പൂർത്തിയാക്കുമ്പോൾ ഏതാണ്ട് 5 കോടിയോളം രൂപ കളക്ട് ചെയ്തിരിക്കുകയാണ്. അടുത്തത് ബൾട്ടി എന്ന ഷൈൻ നിഗത്തിന്റെ ഏറ്റവും പുതിയ ചിത്രമാണ്. ഈ ചിത്രം 2 ദിവസമായി കേരള ബോക്സ് ഓഫീസിൽ പ്രദർശനം ആരംഭിച്ചിട്ട് ഇതുവരെ 2 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ ചിത്രം നേടിയത് 2 കോടിയോളം രൂപയാണ്. ഒരിക്കലും ഒരു ചെറിയ കളക്ഷൻ അല്ല. കാരണം അത്യാവശ്യം നല്ല അഭിപ്രായം ഈ ചിത്രത്തെ പറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല റിസപ്ഷനും ഈ ചിത്രത്തിന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേവലം 2 ദിവസം കൊണ്ട് ബൾട്ടി എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം 2 കോടി രൂപ സ്വന്തമാക്കിയിരിക്കുകയാണ്. 9 ദിവസങ്ങൾ പൂർത്തിയാക്കിയ വള എന്ന പുതിയ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇതുവരെ നേടിയത് 94 ലക്ഷം രൂപയാണ്. അത്യാവശ്യം നല്ലൊരു റിവ്യൂ സിനിമയെ പറ്റി എല്ലാ ഭാഗത്തു നിന്നും വന്നിരുന്നു. എന്നാലും സിനിമയ്ക്ക് റിസപ്ഷൻ വളരെ കുറവാണ്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഒരു പക്ഷേ പ്രൊമോഷന്റെ കുറവാണെന്ന് സോഷ്യൽ മീഡിയ പോലുള്ള മാധ്യമങ്ങളിലൊക്കെ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് പ്രൊമോഷന്റെ കുറവ് തന്നെയാണെന്ന്. എന്തായാലും വള എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 9 ദിവസങ്ങൾ കൊണ്ട് ഏതാണ്ട് 94 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത കരം എന്ന ചിത്രത്തെ കുറിച്ചാണ്. കേരള ബോക്സ് ഓഫീസിൽ 3 ദിവസങ്ങൾ പൂർത്തിയാക്കിയ കരം എന്ന ചിത്രം ഈ 3 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് ഏകദേശം 92 ലക്ഷം രൂപയാണ്. ഒരു വിനീത് ശ്രീനിവാസൻ മെറ്റീരിയലായിട്ടും എന്തുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് ഇങ്ങനെ സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത അദ്ദേഹത്തിന്റെ സംവിധാന കരിയറിൽ വളരെ മോശം ഒരു റിസപ്ഷനാണ് ഇതിന് കണ്ടുവരുന്നത്. എന്തായാലും പൊതുവെ മിക്സഡ് ബിലോ ആവറേജ് റിവ്യൂകളാണ് ഇതിന് വന്നുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന വീക്കെൻഡിലൊക്കെ കളക്ഷൻ കൂടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് OG എന്ന തെലുങ്ക് ചിത്രത്തെ കുറിച്ചാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളായി കേരള ബോക്സ് ഓഫീസിൽ പ്രദർശനം ആരംഭിച്ച ഈ ചിത്രം 3 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയത് ഏകദേശം 27 ലക്ഷം രൂപയാണ്. വളരെ മോശം ഒരു റിസപ്ഷനാണ് ഈ ചിത്രത്തിന് കേരളത്തിൽ ഉള്ളത്. പല കാരണങ്ങളുണ്ടാകാം. ഒന്നാമത് ഇതൊരു തെലുങ്ക് ചിത്രമാണ്. മാത്രമല്ല വേണ്ടത്ര പ്രൊമോഷൻ കേരളത്തിൽ ഉണ്ടായിട്ടുമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്തായാലും 3 ദിവസങ്ങൾ കൊണ്ട് ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇതുവരെ സ്വന്തമാക്കിയത് കേവലം 27 ലക്ഷം രൂപ മാത്രമാണ്. അടുത്തത് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ഹോളിവുഡ് ചിത്രമാണ്. കഴിഞ്ഞ 2 ദിവസമായി കേരള ബോക്സ് ഓഫീസിൽ പ്രദർശനം തുടങ്ങിയിരിക്കുന്ന ഈ ചിത്രം 2 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇതുവരെ 13,25,000 രൂപ സ്വന്തമാക്കിയിരിക്കുകയാണ്.
ഒരു ഹോളിവുഡ് സിനിമയെ സംബന്ധിച്ചിടത്തോളം തരക്കേടില്ലാത്തൊരു റിസപ്ഷൻ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. 13 ലക്ഷം എന്ന് വളരെ കുറവാണ്. പക്ഷേ കേരളത്തിലെ ബോക്സ് ഓഫീസിനെ വെച്ച് നോക്കുമ്പോൾ അത് അത്ര കുറവ് എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. അടുത്തത് ചെയിൻസോ മാൻ എന്ന ആനിമെ ചിത്രമാണ്. മാങ്ക സീരീസിന്റെ ഏറ്റവും പുതിയ ആനിമെ ചിത്രമായ ഈ ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ 2 ദിവസം കൊണ്ട് ആകെപ്പാടെ കളക്ട് ചെയ്യാൻ സാധിച്ചത് 8 ലക്ഷം രൂപ മാത്രമാണ്. വളരെ മോശം റിസപ്ഷനാണ് ഈ ചിത്രത്തിന് ഉണ്ടായിരിക്കുന്നത്. ഡെമോൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിൽ എന്ന ചിത്രത്തെ പോലെ ഒരു സ്വീകാര്യത കേരളത്തിൽ ഈ ചിത്രത്തിന് ലഭിച്ചില്ല എന്നത് വളരെ നിരാശയുള്ള കാര്യമാണ്. എന്തായാലും 2 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ ചിത്രം സ്വന്തമാക്കിയത് 8 ലക്ഷം രൂപ മാത്രമാണ്. അങ്ങനെ ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ ലോക എന്ന ചിത്രം നിസ്സംശയം ബഹുദൂരം മുന്നിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൃദയപൂർവ്വം എന്ന ചിത്രം വിജയമായി ഇതിനോടകം വിജയമായി കഴിഞ്ഞിരിക്കുന്നു. ബൾട്ടി എന്ന ചിത്രം വലിയ കളക്ഷനുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്താവും ഭാവിയിൽ കേരള ബോക്സ് ഓഫീസിൽ സംഭവിക്കുക എന്ന് ഒരിക്കലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. എന്തായാലും നിലവിലെ അവസ്ഥയിൽ ലോക തന്നെയാണ് മുന്നിൽ. കഴിഞ്ഞ ഒരു മാസമായിട്ട് കേരള ബോക്സ് ഓഫീസിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം തന്നെയാണ്. എന്തായാലും ചാനൽ സബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ഉടൻ തന്നെ സബ് ചെയ്ത് സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു. തൽക്കാലത്തേക്ക് ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഉടൻ തന്നെ വൈകാതെ അടുത്ത വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.